നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷനെ കുറിച്ചാണ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്നും അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആവശ്യകത എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട സേഫ് ഗാർഡ്സ് എന്താണ്, ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കൂടി കിട്ടും. അപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്ന ടേമിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഭരണപരമായ വിധി നിർണയം എന്നാണ് ഇതിന്റെ ടേം മീനിങ്. അപ്പൊ വിധി നിർണയിക്കുന്നത് ആരാണ്? നമ്മളുടെ വിധി നിർണയിക്കുന്നത് കോടതിയാണ്. പക്ഷേ ഇവിടെ കോടതിയല്ല ഈ വിധി നിർണയിക്കുന്നത്. ഇവിടെ വിധി നിർണയിക്കുന്നത് എക്സിക്യൂട്ടീവ്സ് ആണ്. ഒന്നെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ സ്പെഷ്യൽ ഏജൻസീസ് ആകാം, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റീസ് ആകാം. എക്സ്പെർട്ടൈസിന്റെ നല്ല പ്രവൃത്തി പരിചയമുള്ള, ഈ മേഖലയിൽ നല്ല പ്രാഗൽഭ്യരായിട്ടുള്ള കുറച്ച് ആളുകളെ എക്സ്പെർട്ടൈസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ ഒരു ഗ്രൂപ്പ് ആകാം, ചില വ്യക്തികളാകാം. അപ്പൊ അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വിധി നിർണയം നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വിധി നിർണയത്തിലേക്ക് പോകുന്നത്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്നൊരു ഐഡിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ലീഗൽ പ്രോസസ്സാണ്, അതായത് നിയമപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഗവൺമെന്റ് ഒരു ഏജൻസിയോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെയൊക്കെ ഈ ഒരു തർക്കങ്ങൾ, ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങൾ പരിഹരിക്കാനായി ഗവൺമെന്റ് വെച്ചേക്കുകയാണ്. അവര് അവരുടേതായ ഡിസിഷൻസ് എടുക്കും. ശരിയായി എന്ന് തോന്നുന്ന രീതിയിലുള്ള തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തില് ഇവർ ഡിസിഷൻസ് എടുക്കും. ഇത് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽസ് ആകാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആകാം, ഈ ഒരു പ്രത്യേക വ്യക്തിക്കോ അല്ലെങ്കിൽ ഓർഗനൈസേഷനെതിരെയോ ആകാം. അപ്പൊ ഇങ്ങനെ അവർ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളാകാം, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. അപ്പൊ അങ്ങനത്തെ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷനെ ജോലിക്ക് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ കോർട്ട് സിസ്റ്റത്തിന് പുറത്തുള്ള സെറ്റിൽമെന്റ് ആണ്. ഇതൊരു കോടതിയല്ല. കോടതിക്ക് പുറത്ത് കുറച്ച് ഓഫീസേഴ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇതെന്ത് ചെയ്യുകയാണ്? സെറ്റിൽ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് കോടതിയിലേക്ക് പോകാത്തത് എന്ന് ചോദിച്ചാൽ, കോടതിയിലേക്ക് പോയാൽ സമയം നഷ്ടമാണ്. കോടതിക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇനി ഒരുപാട് പണം നഷ്ടമുണ്ട്. അപ്പൊ കോടതിയിലേക്ക് പോയാൽ ഒരുപാട് ടൈം നഷ്ടം, ഒരുപാട് പൈസ നഷ്ടം, ഒത്തിരി പ്രൊസീജിയേഴ്സ്. അപ്പൊ ഇതൊക്കെ ഇല്ലാണ്ട് വളരെ വേഗം നമുക്ക് ഈ ഒരു തർക്കം പരിഹരിക്കാൻ പറ്റും. അതായത് അത്ര ഇപ്പൊ ഒരു കൊലപാതക കുറ്റമോ അല്ലെങ്കിൽ ഒരു സ്മഗ്ലിംഗ് കേസോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളല്ല ഇത്. ഇത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. എന്നാൽ കോടതിയിലോട്ടൊന്നും പോകണ്ട, ചെറിയൊരു തർക്കമാണ്. അപ്പൊ കുറച്ച് എക്സ്പെർട്ടൈസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരാണ് കുറ്റം ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കേസൊക്കെ കോടതിയുടെ സമയം കളയേണ്ട കാര്യമില്ല. കോടതിക്ക് നോക്കാൻ ഒരുപാട് വലിയ വലിയ കേസുകളുണ്ട്, അല്ലെ? അപ്പൊ കോടതിയുടെ സമയം കളയാതെ മറ്റൊരു വിഭാഗക്കാർ ഇത്തരം കേസുകളുമായി മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇവർക്ക് വാദം കേൾക്കാം, തെളിവുകൾ നോക്കാം, അതുപോലെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം? പക്ഷെ ഇവർക്കൊരു വിധിയും പ്രഖ്യാപിക്കാം. പക്ഷെ ഇവർക്ക് ശിക്ഷകളൊന്നും പറയാൻ പറ്റത്തില്ല. നീ 5 വർഷത്തേക്ക് ജയിലിക്കിട, അല്ലെങ്കിൽ നിന്നെ 2 വർഷത്തേക്ക് ഡിസ്മിസ് ചെയ്യുന്നു, അങ്ങനെ ശിക്ഷാവിധികളൊന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ശിക്ഷകളൊക്കെ കൊടുക്കേണ്ട ഒരു കാര്യമായിട്ട് ഇവർക്ക് തോന്നുവാണെങ്കിൽ ഇവർക്ക് അതിനെ റഫർ ചെയ്യാം, കോടതിയിലേക്ക് റഫർ ചെയ്യാം. അപ്പൊ ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനമാണിത്. കോടതി ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഭരണവകുപ്പ് ഏജൻസിയൊക്കെ കോടതി പോലെ ഒരു ഔട്ട്സൈഡ് കോടതിയായിട്ട് സെറ്റിൽ ചെയ്ത് വിടുകയാണ്. അപ്പൊ ജുഡീഷ്യറി വിഭാഗമല്ല ഇത് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവ്സ് ആണ്. ചിലപ്പോൾ അതിനകത്ത് നിയമപരിജ്ഞാനമുള്ള ആളുകൾ ഉണ്ടാകാം. കുറെ പേര് നിയമപരിജ്ഞാനമുള്ളവരും കുറച്ചു പേര് ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ എക്സ്പേർട്സും ആകാം. ഇപ്പൊ ടാക്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ടാക്സ് കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള, വർഷങ്ങളായിട്ട് ടാക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളായിരിക്കും അതിനകത്ത് ഉണ്ടാകുക. ഇനി ഒരു ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ന്യൂനപക്ഷത്തിൽ ജനിച്ചു വളർന്ന ആളുകളായിരിക്കാം. ആ ഒരു കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ജോലി ചെയ്ത എക്സ്പേർട്ടൈസ് ആയിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് പഠിച്ചവരായിരിക്കാം.
അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ചവരായിരിക്കാം, പൊതുസമൂഹത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരായിരിക്കാം. അങ്ങനെ എക്സ്പേർട്ടൈസുകൾ ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഇത്. ഇപ്പൊ കോടതിയാണെങ്കിൽ തെളിവ്, സാക്ഷി, പ്രൊസീജിയർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒത്തിരി ടൈം എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നാച്ചുറൽ ജസ്റ്റിസ്. ഇവര് കൺസിഡർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നാച്ചുറൽ ജസ്റ്റിസും മറ്റൊന്ന് കോമൺ ഗുഡുമാണ്. നാച്ചുറൽ ജസ്റ്റിസ് ആൻഡ് കോമൺ ഗുഡ് ആണ് ഇവ കൺസിഡർ ചെയ്യുന്നത്. നാച്ചുറൽ ജസ്റ്റിസ് എന്ന് വെച്ചാൽ സ്വാഭാവികമായ നീതിയാണ്. കോമൺ ഗുഡ് എന്ന് പറയുന്നത് പൊതു നന്മ, പൊതുവായ നന്മ. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയായിരിക്കും ഇവര് വിധി പ്രഖ്യാപിക്കുക. അപ്പൊ നീതിന്യായ കോടതി പോലെ ബന്ധപ്പെട്ട വ്യക്തികളുടെ വാദങ്ങളൊക്കെ കേൾക്കും. അതിപ്പോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഈ വ്യക്തിക്ക് പറയാനുള്ളതും ഈ വ്യക്തിക്ക് പറയാനുള്ളതും പ്രോപ്പറായി കേൾക്കണം. എന്നിട്ട് രണ്ട് വ്യക്തികളുടെയും തെളിവുകൾ ശേഖരിക്കണം. എന്നിട്ട് ആരാണോ തെറ്റ് ചെയ്തത് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ മനസ്സിലാക്കിയിട്ട് വേണം വിധി പ്രഖ്യാപനം നടത്താൻ. തെളിവുകളും സാക്ഷികളെയും ഒക്കെ വിസ്തരിക്കാം. കോടതി അല്ല ഇത്, കോടതിക്ക് പുറത്താണ്. ഇവർ എപ്പോഴും നാച്ചുറൽ ജസ്റ്റിസ് ആൻഡ് കോമൺ ഗുഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്, പൊതു നന്മ ആൻഡ് അതുപോലെ തന്നെ സ്വാഭാവിക നീതി. തെളിവ് സൂക്ഷ്മമായി പരിശോധിച്ച് വേണം ഇവരുടെ തീരുമാനം പ്രഖ്യാപിക്കാൻ. കോടതി കൂടുതൽ സമയമെടുക്കും, പക്ഷെ ഇത് വളരെ വേഗം വിധി പ്രഖ്യാപിക്കും. ഇനി ആരൊക്കെയാണ് ഏജൻസി ആയി വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പൊ ഹാൻഡിൽഡ് ബൈ ഗവൺമെന്റ് ഏജൻസീസ്. ഇത് ഒരു കോർട്ടിന് പുറമെ ഏജൻസീസ് ആയിരിക്കാം. സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ EPA or immigration officers conduct these proceedings. ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ആകാം. അതുപോലെ these are neutral officials who preside over hearing and issue decisions. ALIs ആകാം, അഡ്മിനിസ്ട്രേറ്റീവ് ലോ ജഡ്ജസ്. അവര് ഇതിന്റെ ഹിയറിംഗ്സ് ഒക്കെ കേൾക്കുന്നു, തെളിവുകളൊക്കെ നോക്കുന്നു, സാക്ഷികളെയൊക്കെ വിസ്തരിക്കുന്നു, എന്നിട്ട് ആരാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടെത്തുന്നു. അപ്പൊ ആരൊക്കെയാണ് ഏജൻസിയായി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ മിനിസ്റ്റർ ആകാം, ഏതെങ്കിലും മിനിസ്റ്റേഴ്സ് ആകാം, അതാത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മിനിസ്റ്റേഴ്സ് ആകാം. അതല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആകാം. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്, GSTയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഒരു ഹോസ്പിറ്റൽ കേസാണ്. അപ്പൊ അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആകാം. ഇനി മറ്റൊരു ഓഫീസ് മിനിസ്റ്റീരിയൽ ട്രൈബ്യൂണൽ. ട്രിബ്യൂണൽസിലെ പലതരത്തിലുള്ള ട്രൈബ്യൂണൽസ് ഉണ്ട്, അവരുടെ ഹെഡ് ആകാം, അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രി വിഭാഗക്കാരാകാം. പിന്നെ സ്പെഷ്യൽ കോസ് ഓഫ് ലോ ആകാം, പിന്നെ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആകാം, പിന്നെ കോമ്പോസിറ്റ് മെമ്പേഴ്സ് ഓഫ് ട്രിബ്യൂണൽ ആകാം. അങ്ങനെ കുറച്ച് ആളുകളെ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏജൻസി ആയിട്ട്. ഇവരായിരിക്കും ഈ വാദമൊക്കെ കേൾക്കാൻ ഉള്ളവർ. ഇവർ എക്സ്പേർട്ടൈസ് ആകാം, ഇവർ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റുമായി നല്ല അറിവുള്ളവരാകാം, ഏതെങ്കിലും കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണമൊക്കെ നടത്തിയിട്ടുള്ളവരാകാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി പരിചയമുള്ളവരാകാം, ഗവൺമെന്റ് ഓഫീസുകളിൽ 10-15 വർഷമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാകാം, റിട്ടയർഡ് ആയവരാകാം. അപ്പൊ അങ്ങനെ നല്ല എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ആളുകളാണ് ഇതിന്റെ വിധി കേൾക്കുന്നതും വിധി പ്രഖ്യാപിക്കുന്നതും. ഈ തെളിവുകളൊക്കെ അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിക്കുന്നത്. ഇതിന് എന്താണ് എക്സാമ്പിൾസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഡിനയൽ ഓഫ് എ സോഷ്യൽ സെക്യൂരിറ്റി ഡിസേബിലിറ്റി ക്ലെയിം. ഒരു സോഷ്യൽ സെക്യൂരിറ്റി നമ്മുടെ സ്വാഭാവിക സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ, സാമൂഹിക സുരക്ഷ, അത് നിരസിച്ചു എന്നുണ്ടെങ്കിൽ പോകാം. ഇനി ഒരു പ്രൊഫഷണൽ ലൈസൻസ് റദ്ദ് ചെയ്തു, പ്രൊഫഷണൽ ലൈസൻസ് റദ്ദാക്കി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോക്കാൻ പറ്റും. അപ്പോ റിവൊക്കേഷൻ ഓഫ് എ പ്രൊഫഷണൽ ലൈസൻസ്. ഇനി ഇമിഗ്രേഷൻ റിമൂവൽ നടത്തുന്നു, ഇമിഗ്രേഷൻ റിമൂവൽ നടത്തിയാലും ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കേസുമായി മുന്നോട്ട് പോകാം. ഒരു ഡിസ്പ്യൂട്ട് ആണ്, ഇതൊക്കെ തർക്കങ്ങളാണ്. ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷന് മുമ്പിൽ പോകാം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് അത് സോൾവ് ചെയ്ത് കൊടുക്കണം. എൻവയോൺമെന്റൽ റെഗുലേഷൻ എൻഫോഴ്സ്മെന്റ്, ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നത്. കോടതികളാണെങ്കിൽ അതായത് മേജർ കുറ്റങ്ങൾ, കൊലപാതകം, മോഷണം, വധശ്രമം അല്ലെ, അങ്ങനെ വലിയ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്താൽ ഇങ്ങനത്തെ തർക്കങ്ങളല്ല അത് കോടതിയിലൂടെ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ.
ഇത് ഓരോ അഡ്മിനിസ്ട്രേറ്റീവ്, ഓരോ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ തർക്കങ്ങളാണ് ഇവിടെ പരിഹരിക്കുക. റൈറ്റ് ടു അപ്പീൽ. ഇനി ഈ ഡിസിഷൻ നമുക്ക് നന്നായിട്ട് തോന്നുന്നില്ല എങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ കോടതിയിൽ പോകാം, അല്ലെങ്കിൽ അപ്പീലിന് പോകാം. അങ്ങനെ അപ്പീൽ എന്നുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അല്ലാതെ ഈ ഒരു വിധി അന്തിമമാണ്, ഇതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നില്ല. വിധി കറക്റ്റ് ആണെന്ന് എന്ന് തോന്നിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ അപ്പീലുമായി മുന്നോട്ട് പോകാം. ബേസ്ഡ് ഓൺ ഇനേബിളിംഗ് സ്റ്റാറ്റ്യൂട്ട്സ്, അതായത് ഈ ചട്ടങ്ങളെ അടിസ്ഥാനമാക്കി ഏജൻസിയുടെ അധികാരം, വിധി നിർണയ നടപടിക്രമങ്ങൾ, നിയമനിർമ്മാണ സഭകൾ പാസാക്കിയ നിയമങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് എന്നും പറയാം. ഡിസിഷൻ മേക്കിംഗ് എന്നും പറയാം. ഇത് ഗവൺമെന്റിന്റെ, നിയമത്തിന്റെ ഒരു രീതിയാണ്. അതായത് പ്രോപ്പറായിട്ട് ഗവൺമെന്റ് ഓഫീസുകൾ വർക്ക് ചെയ്ത് പോകാൻ വേണ്ടി ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്. നിയമം കൃത്യമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതെന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. നീതി, ഗുണനിലവാരം ജനങ്ങൾക്ക് കൃത്യമായി നൽകണം. അപ്പൊ വളരെ വ്യക്തിപരമായി കൃത്യമായി ജനങ്ങളിലേക്ക് ആ ഒരു നീതി എത്തിക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് നമ്മൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷനുമായി മുന്നോട്ട് പോയാലുള്ള അഡ്വാൻറ്റേജ്. ഒന്നാമത്തത് പണച്ചെലവ് കുറവാണ്. നമ്മൾ കോടതിയുമായി മുന്നോട്ട് പോയാൽ നമുക്കൊരു വക്കീലിനെ കാണണം, ഇങ്ങനെ നീട്ടി കേസുകൾ പോയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യണം, അങ്ങനെ ഒത്തിരി പണച്ചെലവ് വരും, നമ്മുടെ പണം ഒത്തിരി നഷ്ടപ്പെടും. ഇവിടെ പണച്ചെലവ് കുറവാണ്. ഇനി നീതി സ്പീഡപ്പ് ആകുന്നു. ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നീതി കിട്ടുന്നു. കോടതിയിലാണെങ്കിൽ ഒത്തിരി നാള് കേസ് നീട്ടിയൊക്കെ പോകും. നാളെ പറയാം, അടുത്ത ദിവസം പറയാം, വിധി ഇങ്ങനെ വളരെ ലാഗ് ചെയ്തിട്ടായിരിക്കും. ഒരുപാട് തെളിവുകളൊക്കെ ശേഖരിച്ച് മാത്രമേ അന്തിമ വിധി കോടതി പറയുകയുള്ളൂ. ഇനി നമുക്ക് കൃത്യമായ നീതി ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നമ്മൾ സമീപിക്കുന്നു, നമുക്കൊരു ഡിസ്പ്യൂട്ട് ഉണ്ട്, അത് നമ്മൾ ശരിയായിട്ട് തീർക്കാൻ വേണ്ടി സമീപിച്ചു. അപ്പോൾ ഇവര് ന്യായമായിട്ട് കോമൺ ഗുഡ്, പൊതു നന്മയും നാച്ചുറൽ ജസ്റ്റിസ്, നീതിയും നോക്കി കൃത്യമായിട്ടാണ് ഇവര് കാര്യങ്ങൾ ഇടപെടുന്നത്. അപ്പൊ നമുക്കൊരു സ്വാഭാവികമായ ഒരു നീതി ഇവിടെ കിട്ടുന്നുണ്ട്. അല്ലാതെ ഒരു നീതിയും കിട്ടത്തില്ല. ഇപ്പൊ പോയാലും അങ്ങോട്ട് പോയിട്ട് ഗുണമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും പോവോ? ഇല്ല. നമ്മളുടെ സമയം പോത്തേ ഉള്ളൂ. അവിടെ പോയിട്ട് യാതൊരു ഗുണവുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ട് പോകത്തില്ല. പക്ഷെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗുണമുണ്ട്, കൃത്യമായ ഒരു നീതി അവിടെ നടപ്പാകുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് വീണ്ടും ഇവിടെ വരുന്നത്. അപ്പോ നമ്മളുടെ ചെറിയ ചെറിയ തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു നല്ല സ്ഥലമാണിത്. നീതി നമുക്ക് കൃത്യമായി കിട്ടാറുണ്ട്. ഇനി കോടതിക്ക് ഇഷ്ടം പോലെ കേസുകളുണ്ട്. നല്ല പ്രസക്തമായ കേസുകൾ ഇവിടെ കിടക്കുമ്പോഴാണ് കുഞ്ഞു കുഞ്ഞു തർക്കവും അടിയും, എന്റെ അപ്പോയിന്റ്മെന്റ് നടന്നില്ല, എനിക്ക് പ്രൊമോഷൻ തന്നില്ല, വേറൊരാൾക്ക് കൊടുത്തു, ഇങ്ങനെ ഭരണപരമായ കാര്യങ്ങളുമായി കുറെ പേര് ചെല്ലുന്നു. അപ്പൊ കോടതിക്ക് സമയം നഷ്ടമുണ്ട്. അല്ലെ, കോടതിക്ക് ഇത്ര കേസേ ഒരു ദിവസം വാദിക്കാൻ പറ്റും. അപ്പൊ കോടതിയുടെ സമയം നഷ്ടപ്പെടുകയാണ്. പ്രസക്തമായ മറ്റ് കേസുകളുമായി മുന്നോട്ട് പോകാൻ കോടതിക്ക് കഴിയാതെ വരുന്നു. അപ്പൊ കോടതിയുടെ സമയ ലാഭത്തിന് വേണ്ടി കൂടിയാണ് ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് ഈ ഒരു അഡ്ജുഡിക്കേഷൻ നടത്തുന്നത്. അപ്പൊ ഈ 4 പ്രയോജനങ്ങളാണ് ഇതുകൊണ്ട് മെയിൻ ആയിട്ടുള്ളത്. 4 മെയിൻ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ക്ലിയർ ആണ്. ഇനി നമ്മൾ പറയുന്നത് ഈ ഡിസ്പ്യൂട്ട്, തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവുമായി നമ്മൾ ബന്ധപ്പെടുന്നത്. ഇവിടെ നിങ്ങളൊരു ടേം കണ്ടു, ക്വാസി, അല്ലെ, ക്വാസി ജുഡീഷ്യൽ പ്രോസസ്. ദിസ് ഈസ് എ ക്വാസി ജുഡീഷ്യൽ പ്രോസസ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കാറുണ്ട്, ക്വാസി ഭരണമാണ്, ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ക്വാസി ജുഡീഷ്യൽ പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ റെക്കമെൻഡേഷൻ നടത്താം, ജഡ്ജ്മെന്റ് നടത്താം, ഹിയറിംഗ് കേൾക്കാം, എവിഡൻസ് തെളിവ് നോക്കാം, തെളിവ് പ്രസന്റേഷൻ നടക്കും, ലീഗൽ ആർഗ്യുമെന്റ്സ് നടക്കും. ഒരു കോടതി പോലെ തന്നെ എല്ലാം അതുപോലെ നടക്കും. പക്ഷേ ഇതെന്തല്ല, ഇതിന് വിധിയും പ്രഖ്യാപിക്കാം കോടതികൾ. പക്ഷെ ശിക്ഷാ നടപടികളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. എന്തെങ്കിലും മെയിൻ കാര്യങ്ങളൊക്കെ വന്നു കണ്ടാൽ കോടതിയോട് തന്നെ
ഇത് എന്ത് ചെയ്യണം, റെക്കമെൻഡേഷൻ റിവ്യൂ ചെയ്യാനോ ഒക്കെ ചോദിച്ച് അല്ലെങ്കിൽ കോടതിയിലേക്ക് തന്നെ കേസ് കൊടുക്കേണ്ടി വരും. കോടതി പോലെ പ്രവർത്തിക്കും, എന്നാൽ കോടതിയല്ല. കോടതി പോലെ റെക്കമെൻഡേഷനും ജഡ്ജ്മെന്റിനും അതുപോലെ തന്നെ എവിഡൻസ് പ്രസന്റേഷനും ഹിയറിംഗ്സിനും ലീഗൽ ആർഗ്യുമെന്റ്സ് നടത്താനും എല്ലാം കോടതി പോലെ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ കോടതിയല്ല. നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഇതിനില്ല. നടപ്പിലാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇതിനില്ല. അപ്പൊ ഇവിടെ നാച്ചുറൽ ജസ്റ്റിസ് എന്നൊരു ടേം കൂടി നമ്മൾ നോക്കണം. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് കൂട്ടരുടെയും കാര്യങ്ങൾ കൃത്യമായി കേട്ട് ഇരു വിഭാഗക്കാർക്കും ജസ്റ്റിസ് ഉറപ്പാക്കണം, നീതി ഉറപ്പാക്കണം. അപ്പോൾ ഇവിടെ കേൾക്കാൻ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ കേട്ട് വേണം നീതി ഉറപ്പാക്കാൻ. കോടതിക്ക് പുറത്താണ് പ്രശ്നം പരിഹരിക്കുക, കോടതിയിലല്ല പ്രശ്നം പരിഹരിക്കുക, കോടതിക്ക് പുറത്ത് ഔട്ട്സൈഡ് ദ കോർട്ടാണ് ഇത് സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ ക്വാസി ജുഡീഷ്യൽ എന്ന ടീമും നാച്ചുറൽ ജസ്റ്റിസ് എന്ന ടീമും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോ ഒരു ടാക്സ് ഇഷ്യൂ വരുന്നു, അല്ലെങ്കിൽ ലേബറുമായി ബന്ധപ്പെട്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട്, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി സ്പെഷ്യലൈസ്ഡ് ട്രിബ്യൂണൽസ് ഒക്കെ ഇല്ലേ, അത് ഇതിന്റെ ഭാഗമാണ്. കുറച്ച് ട്രിബ്യൂണൽ ഓഫീസേഴ്സിനെയൊക്കെ നിർമ്മിക്കും. സ്റ്റേറ്റും അതിന് കൺട്രോൾ, സെൻട്രലിലും ഒക്കെ ഇങ്ങനത്തെ ട്രിബ്യൂണൽ ഓഫീസേഴ്സിനെയൊക്കെ നിയമിക്കാറുണ്ട്. ക്വാസി ജുഡീഷ്യൽ പവറാണ് ഇവർക്കൊക്കെ ഉള്ളത്. ഇവര് ഹിയറിംഗ്സ് ഒക്കെ കേൾക്കും, എക്സാമിൻ ചെയ്യും, ജഡ്ജ്മെന്റ് നടത്തും, പക്ഷെ ഫൈനൽ ഡിസിഷൻ കോടതി ആയിരിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഇത് ഇൻഡിപെൻഡന്റ് ആണ്. എന്താണ് ഇൻഡിപെൻഡന്റ്? ഇതിന്റെ ഒരു അടുത്ത അഡ്വാൻറ്റേജ് ആണ് ദിസ് ഇസ് ഇൻഡിപെൻഡന്റ് എന്നുള്ളത്. കാരണം ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ആണ് മെയിൻ ആയിട്ട് ഇരിക്കുന്നത്. ആളുടെ ഇൻഡിപെൻഡന്റ് ഡിസിഷൻ ആയിരിക്കും. ഇവിടെ കേസ് ഒരു സുതാര്യമായിട്ടായിരിക്കും നോക്കുന്നത്, ഇംപാർഷ്യൽ ആയിട്ടായിരിക്കും നോക്കുന്നത്. അപ്പൊ എക്സിക്യൂട്ടീവ് വേറെ ആരുടെ ഇൻഫ്ലുവൻസിന് വഴങ്ങി ഒന്നും ചെയ്യില്ല, ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ആയിരിക്കും നിലകൊള്ളുന്നത്. ഒരു കോടതി പോലെ തന്നെ ആക്ട് ചെയ്യുന്നു, ഇംപാർഷ്യൽ ഡിസിഷൻ ആയിരിക്കും, ഒരു ജസ്റ്റിസ് അവിടെ ഉണ്ടാകും. അപ്പീലിന് പോകാം, ന്യായമെല്ലാം തോന്നിയാല് അപ്പീലിന് പോകാം. എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ വിധി പ്രഖ്യാപനം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എക്സ്പേർട്ടൈസുകളുണ്ട്, അവരായിരിക്കും ഈ ഒരു വിധിയൊക്കെ പ്രഖ്യാപനം നടത്തുകയും ഈ കോടതിയുമായി ബന്ധപ്പെട്ട് അവരായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇതൊരു കോടതിയല്ല, ഈ ഒരു കോസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അവരായിരിക്കും. ഇനി നമ്മുടെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ നമ്മൾ കണ്ടു നാച്ചുറൽ ജസ്റ്റിസ് അല്ലെ, അതുപോലെ തന്നെ ഡോക്ട്രിൻ നൗ ഹാസ് വൈഡ് ആപ്ലിക്കേഷൻ, കോർട്സ് എക്സസൈസ് വെർച്വലി സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. അപ്പോ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാനപ്പെട്ട അവകാശമാണ് ഈ സ്വാഭാവിക നീതി. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് ഈ സ്വാഭാവിക നീതി അല്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസ്. അപ്പോൾ ഇത് കോടതികൾ മിക്കവാറും എല്ലാ നിയമപ്രകാരം അധികാരങ്ങളൊക്കെ പ്രയോഗിക്കുന്നു. അപ്പോ ഇവിടെ നീതിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ നീതിയെ, സ്വാഭാവിക നീതിയെ നല്ല രീതിയിൽ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇനി the court have also accepted that natural justice can be excluded by legislation that is expressed in sufficiently clear terms. അപ്പൊ നാച്ചുറൽ ജസ്റ്റിസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ കണ്ടു. ക്ലിയർ ആണ്? അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവിക നീതിയുടെ നിയമങ്ങൾക്ക് പല വശങ്ങളുണ്ട്. അവയെ ഒരു സ്ട്രൈറ്റ് ജാക്കറ്റ് ഫോർമുലയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. നിയമത്തിന്റെ ഒരു സ്ഥിരമായ നിലപാടാണ്. അതായത് സാമാന്യ ബുദ്ധിയുടെ ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവിക നീതി നിയമങ്ങൾ ഇവിടെ നടപ്പാക്കുന്നു. ഓക്കെയാണ്? അപ്പൊ സ്വാഭാവിക നീതി ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓരോ തവണയും ഇത് ചെക്ക് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പലതരം കേസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ എക്സാമ്പിൾസ് ഒന്നും നമ്മൾ വലുതായിട്ട് പറയുന്നില്ല. ഭരണപരമായ തീരുമാനം എടുക്കൽ അല്ലെങ്കിൽ ഭരണപരമായ വിധി നിർണയമാണ് ഇവിടെ നടത്തുന്നത്. ക്ലിയർ ആണ്? അപ്പോ ഇത് ഗവൺമെന്റിന്റെ നല്ല ഒരു നടത്തിപ്പിന്, ഡയറക്ടർ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെ
ഭാഗമാണ് എന്ന് കൂടി ഓർക്കുക. ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ച് അവരുടെ നീതി ഉറപ്പാക്കി വേണം ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ. ക്ലിയർ ആണ്? ഇത് നമ്മൾ നോക്കണം. ഓക്കെ ആണ്? ഇനി ഇതിന്റെ ആവശ്യകത എന്താണ് ഈ സ്വാഭാവിക നീതി? നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷനിലേക്ക് പോകേണ്ട ആവശ്യകത എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് ഒന്നാമത്തെ പോയിന്റ്. നീഡ് എന്താണ്? നീഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് എ സിസ്റ്റം ഓഫ് അഡ്ജുഡിക്കേഷൻ വിച്ച് ഈസ് ഇൻഫോർമൽ, ചീപ്പ്, റാപ്പിഡ്, അൺലൈക്ക് ട്രഡീഷണൽ കോർട്ട്. ഇപ്പൊ സാധാരണ ഒരു കോടതിയിലാണ് പോവുകയാണെങ്കിൽ പൈസ കൂടുതൽ വരും, സമയത്തിൽ നഷ്ടപ്പെടും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതൊരു ഒഫീഷ്യൽ അല്ല, അനൗപചാരികമായിട്ടാണ്. വലിയ പൈസയൊന്നും മുടക്കാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു വിധി കിട്ടുന്നു, നമ്മുടെ ആ ഒരു ഡിസ്പ്യൂട്ട് സോൾവ് ആയി പോകുന്നു. അപ്പൊ നമുക്കൊരു ജോലി കിട്ടാനിരിക്കുന്ന ആളാണ്. അപ്പോ PSC നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോ എന്നെ വിളിക്കാതെ എന്നെക്കാൾ ബാക്കിലിരിക്കുന്ന ഒരാളെ ഇവിടെ എടുത്തു. അപ്പൊ ഞാൻ ഉടനെ അതുമായി ബന്ധപ്പെട്ട തർക്കപരിഹാര കമ്മീഷനിൽ ആ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് ഞാൻ പോകുന്നു. അപ്പൊ അവര് പെട്ടെന്ന് നോക്കിയിട്ട് പറയുന്നത് തെറ്റാണ്, കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് PSC ഓഫീസിനെ വിലക്കുന്നു. ഉടനെ തന്നെ എന്നെ ജോലിക്ക് എടുക്കുന്നു. അപ്പം സംഭവം തീർന്നു. എന്നാൽ ഞാനിതൊരു കോടതിയിലാണ് പോകുന്നതെങ്കിൽ കോടതി കേസ് വിളിക്കാൻ ഇത്ര ദിവസം, വിളിച്ചു കഴിഞ്ഞ് നമ്മളിത് ചർച്ച ചെയ്യുന്നു, പിന്നെ തെളിവ് ഹാജരാക്കാൻ അടുത്ത ദിവസം, മറ്റൊരു അടുത്ത തെളിവാക്കും, അടുത്ത ദിവസം, അങ്ങനെ കുറെ ദിവസത്തോളം എനിക്ക് എന്ത് കിട്ടുന്നില്ല? എന്റെ ജോലിയിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല അല്ലെ. പക്ഷെ അവസാനം വിധി പ്രഖ്യാപിക്കുമ്പോൾ കോടതി ഇത് ഇത്രയും കൺസിഡർ ചെയ്ത് ഇത്രയും നാൾ ഇയാൾ ചെലവായ തുകയൊക്കെ തിരിച്ചടക്കേണ്ടി വരും. പക്ഷെ അത്രയും ദിവസം എനിക്കുണ്ടാകുന്ന മാനസിക സംഘർഷം, ഈ വിധി കറക്റ്റ് ആയിട്ട് വരുമോ ഇല്ലയോ, പിന്നെ നമുക്ക് അത്രയും നാൾ ജോലിയില്ല, അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് പക്ഷെ ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് അപ്പോഴേ നമുക്ക് ജോലിക്ക് കയറാം, മറ്റേ ആൾ അപ്പോഴെടുത്ത് പുറത്ത് കളയും. അപ്പൊ അങ്ങനെ ഒരു ഗുണം ഇവിടെ ഉണ്ട്. പക്ഷെ കോടതി പോയാൽ നമുക്ക് ഇതിനുള്ള നഷ്ടപരിഹാരമൊക്കെ കിട്ടും. പക്ഷെ വിധി നമ്മൾ ജയിക്കുക വേണം. മെഡിക്കലായ ഒരു വക്കീലുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ അട്ടിമറിച്ച് കേസ് കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ഇനി it explores new public law standards based on moral, social principles, highly individualistic norms developed by court. അപ്പൊ ഇവിടെ കോടതികൾ വികസിപ്പിച്ചെടുത്ത മാനദണ്ഡങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. മറ്റൊരു കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, വിധി പ്രഖ്യാപിക്കുക. അപ്പോ ഈ ഒരു ജഡ്ജ് മനസ്സിലായി ഇയാൾ തെറ്റുകാരനല്ല, പക്ഷെ സമർത്ഥനമായ മറ്റൊരു വക്കീൽ വന്നിരുന്ന് വാദിച്ച് തെറ്റുകാരനാണെന്ന് സ്ഥാപിച്ചെടുത്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിധി പ്രഖ്യാപിക്കാൻ പറ്റൂ. അപ്പൊ അവിടെ അയാൾ നിസ്സഹായനായിട്ട് മാറി നിൽക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ധാർമ്മികം, സാമൂഹിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതു നിയമ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് മൊറാലിറ്റി നോക്കി, പൊതു നന്മ അല്ലെങ്കിൽ കോമൺ ഗുഡ്സ് നോക്കി നാച്ചുറൽ ജസ്റ്റിസ് ആണ് ഇവിടെ നടപ്പിലാക്കുന്നത്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ഇൻഷുർ ചെയ്ത എല്ലാ വിഭാഗങ്ങൾ, ഡോക്ടർ പാലിക്കേണ്ട മെഡിക്കൽ സേവന ചികിത്സയുടെ മാനദണ്ഡമൊക്കെ ആവശ്യപ്പെട്ട് പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ വൈദഗ്ധ്യം, സ്പെഷ്യലൈസേഷൻ, ഇതൊക്കെ ഭരണകൂടത്തിന് നൽകാൻ സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോ നമുക്ക് രണ്ടാമതൊരു പോയിന്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. സ്പീഡി, ചീപ്പ്, റാപ്പിഡ്, ട്രഡീഷണൽ കോർട്ടിൽ നിന്ന് വ്യത്യസ്തം. പിന്നെ മോറൽ, സോഷ്യൽ പ്രിൻസിപ്പിൾ നോക്കിയായിരിക്കും ഇവിടെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ വിധി പ്രഖ്യാപനം. ഇനി നമ്മൾ ആ എക്സാമ്പിൾ നോക്കുന്നില്ല, അടുത്തതിലേക്ക് പോകുന്നു. Nowadays there is growing emphasis on preventive justice rather than punitive. അപ്പൊ അത് എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പൊ ശിക്ഷാ നടപടികളെക്കാൾ പ്രതിരോധ രീതിയിലാണ് കൂടുതൽ ഊന്നൽ ലഭിക്കുന്നത്. വിധി നിർണയ അധികാരങ്ങൾ പ്രയോഗിക്കുന്ന ഭരണ ഏജൻസികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. അപ്പൊ പൊതു ആവശ്യത്തിനല്ല, സർക്കാരിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഭരണപരമായ വിധി നിർണയ തന്ത്രം വികസിപ്പിച്ചെടുത്തതെന്ന് പറയപ്പെടുകയാണ്. സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്ക് അത് പൊതു നന്മയ്ക്ക് കൂടിയല്ലേ, പൊതുജനങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ജഡ്ജിമാർ എന്ന നിലയിൽ ഭരണാധികാരികളുടെ സ്വാതന്ത്ര്യത്തെ ആളുകൾ സംശയിക്കുന്നുണ്ട്. അവരുടെ നിയമവിരുദ്ധ സമീപനത്തെ ഭയപ്പെടുകയും ജനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം ട്രിബ്യൂണലിലേക്ക് പോവാമെങ്കിൽ അവർക്ക് കുറച്ചും കൂടി വിശ്വാസ്യത വരുന്നുണ്ട്. സമയലാഭം, ഇതൊക്കെ തന്നെയാണ്
മറ്റൊരു വശം. സമയം ലാഭിക്കുന്നു, പൈസ നഷ്ടം വരുന്നില്ല, നല്ലൊരു നീതി ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ജഡ്ജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കൂ. ഇവിടെ അങ്ങനെയല്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറച്ച് ഗുണങ്ങളാണ് ഇതിന്റെ ഒരു ആവശ്യകതയായി മാറുന്നത്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പം സത്യമാക്കി മാറ്റാൻ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇങ്ങനത്തെ ഒരു ഈ ഒരു എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ ഏജൻസീസിന്റെ സഹായവും ഗവൺമെന്റിന് ആവശ്യമാണ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ ഇൻ ഇന്ത്യയിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പൊ ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ ഇന്ത്യയിലുള്ളത് എന്ന് നമ്മൾ നോക്കുകയാണ്. കൂടുതലും ട്രിബ്യൂണൽസ് ആയിട്ടാണ് ഇത് നടപ്പിലാകുന്നത്. ഇപ്പൊ നമുക്ക് അറിയാം, മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷൻസ്, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, പിന്നെയോ ന്യൂനപക്ഷ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ഇങ്ങനത്തെ കുറെ കമ്മീഷൻസ് നമുക്കറിയാം. അപ്പൊ എവിടെയെങ്കിലും ഒരു നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ ഇവർ സ്വയമായിട്ട് കേസ് എടുക്കുകയും ചെയ്യാറുണ്ട്, അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ട്രിബ്യൂണൽസ് ഇവിടെയുണ്ട്. തർക്കങ്ങൾ പരിഹരിക്കുക, ഡിസ്പ്യൂട്ട്സ് ഇല്ലാണ്ടാക്കുകയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ വിദ്വേഷത്തിലാണ്, രണ്ട് സ്ഥാപനമായിക്കോട്ടെ. അപ്പൊ ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ തർക്കങ്ങളാണ്. കോടതിയിലാണ് പോകുന്നെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ഇതിനിടയിൽ ഇവർ തമ്മിൽ തർക്കങ്ങൾ കൂടാനേ പാടുള്ളൂ, കൂടി പോകത്തേയുള്ളൂ. ഇത് പക്ഷെ പെട്ടെന്ന് ഒരു ട്രിബ്യൂണൽ വെച്ച് ഇവരെ സോൾവ് ചെയ്ത് വിടാമെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു തർക്കം പരിഹരിക്കുകയും കുറച്ചും കൂടി ക്രമസമാധാനം സമൂഹത്തിന് കൊടുക്കാനും പറ്റും, അല്ലെ? ഇവർ തമ്മിൽ വലിയ അടിയും പിടിയും ഇവർ തമ്മിൽ കത്തിക്കുത്തും ഒക്കെ ആണെങ്കിൽ കൂടുതൽ പ്രശ്നം വിഷലാകത്തല്ലേ ഉള്ളൂ. പെട്ടെന്ന് സോൾവ് ചെയ്ത് വിട്ട് ഇവരങ്ങ് നല്ല രമ്യതയിലായാൽ അത്രയും സമൂഹത്തിനും കൂടെ നല്ലതല്ലേ? പിന്നെ ആ ഗവൺമെന്റിന്, ഭരിക്കുന്ന ഗവൺമെന്റിന് നല്ലതല്ലേ? സമാധാനമായിട്ട് ഭരിച്ചു പോയിക്കൂടെ? ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ക്യാറ്റ്. നമ്മൾ ആദ്യം ക്യാറ്റിനെ കുറിച്ചാണ് കാണുന്നത്. എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ? ഫോർ ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ടു ഗവൺമെന്റ് എംപ്ലോയീസ്, ഗവൺമെന്റ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. 1985 ആർട്ടിക്കിൾ 323A പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. ഇനി ഇത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പ്രൊമോഷൻ, സാലറി, അതുപോലെ അവരുടെ തെരഞ്ഞെടുക്കൽ, പിന്നെ അവരുടെ ഡിസിപ്ലിൻ റൂളുകൾ എന്തെങ്കിലും തെറ്റിച്ചാൽ അതുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ കൈക്കൂലി വാങ്ങി ബ്രൈബറി കേസുകൾ, പിന്നെ സർവീസ് റൂളുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള പരാതികൾ ഇവിടെ കൊടുക്കും. അപ്പൊ ഇത് ഇവർ അന്വേഷിക്കും. അപ്പൊ ശമ്പളത്തിന്റെ വർധനവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻസുമായി ബന്ധപ്പെട്ടതോ, തെരഞ്ഞെടുക്കലുമായി ബന്ധപ്പെട്ടതോ, അല്ലെങ്കിൽ സർവീസ് റൂളുമായി ബന്ധപ്പെട്ടതോ, പ്രൊമോഷനുമായി ബന്ധപ്പെട്ടതോ, സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൃത്യമായി അന്വേഷിച്ച് അവർക്ക് ഒരു വിധി നൽകും. അപ്പൊ അതങ്ങ് സോൾവ് ആക്കപ്പെടും. അല്ലെങ്കിൽ ഇതെല്ലാം കോടതി പോകും. പ്രാധാന്യമില്ലാത്ത കേസുകളൊക്കെ വളരെ നാളെടുക്കും വിളിച്ചു വരാൻ. ഇനി ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ഐറ്റാറ്റ്. എന്താണ് ഇൻകം ടാക്സ് ഐറ്റാറ്റ് എന്ന് പറയുന്നത്? ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരിക്കും ഇവിടെ നോക്കുന്നത്. ഇതുപോലെ സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ്സിനും ഉണ്ട്, അല്ലെ? സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ്സിനും ഇല്ലേ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇല്ലേ? സാറ്റ് ഉണ്ട്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇത് സ്റ്റേറ്റ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. ഒക്കെയാണ് അവരുടെ സാലറി പ്രശ്നങ്ങൾ, അവരുടെ ഇതേപോലെ പ്രൊമോഷൻ, അവരുടെ തെരഞ്ഞെടുക്കൽ, ഇതൊക്കെ തന്നെയാണ് ഇവിടെയും നോക്കുന്നത്. ഇവിടെയും ചെയർമാനും അംഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഇവർക്ക് സുപ്രീം കോടതിയൊക്കെ കണക്ട് ചെയ്യാം. സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇതിനകത്ത് അപ്പീല് ഹൈക്കോടതിയിലേക്ക് പോകാം. അപ്പൊ ഹൈക്കോടതി ഇവരുടെ വിധികളൊക്കെ എപ്പോഴും ഹൈക്കോടതികൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ തെറ്റായ വിധിയൊക്കെ ആണെങ്കിൽ ഹൈക്കോടതി എന്ത് ചെയ്യും? അത് പുനഃപരിശോധന റിവ്യൂ ചെയ്യുകയും അതിന് മേൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് ആ കേസ് വീണ്ടും നോക്കുകയും ചെയ്യും. ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ട്. ഇത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടതാണ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ NGT, ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പരിസ്ഥിതി സംരക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കണം. അപ്പൊ മാലിന്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നം, ഒരു നദിയെ മാലിന്യമാക്കുന്ന പ്രശ്നം,
വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇതൊക്കെ ഒരുപാട് ജനങ്ങളെ പെട്ടെന്ന് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിനൊക്കെ ഒരു റിക്കവറി വേണം. റെഗുലേറ്ററി ബോഡീസും ഉണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മളുടെ റെഗുലേറ്ററി ബോഡീസും ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ബോഡീസ് ട്രേ, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് അതോറിറ്റി, സെക്യൂരിറ്റീസ് ആൻഡ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ അതോറിറ്റി ഉണ്ട്. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ അതോറിറ്റി ഉണ്ട്. സാറ്റ്സ്. അതുപോലെ തന്നെ ഈ സാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റ് അങ്ങനത്തെ പരാതികളാണ്, പെനാൽറ്റികളുമായൊക്കെ ബന്ധപ്പെട്ട പരാതികളൊക്കെയാണ്. സെബിയും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡാണ്, ഇതും ഷെയർ മാർക്കറ്റ്സും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ട്രെയിൻ എന്ന് പറയുമ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്, ടെലികോമുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇതുകൂടാണ്ട് എക്സൈസ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്. അങ്ങനെ അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ അതാത് ട്രൈബ്യൂണൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെയാണ്. അതുപോലെ കോമ്പറ്റേറ്റീവ് ട്രൈബ്യൂണൽസ് ഉണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡ് ട്രൈബ്യൂണൽ ഉണ്ട്. പാബ് എന്ന് പറയും. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ബോർഡ് ഉണ്ട്. അപ്പൊ അതിപ്പോ ഒരാളുടെ പേറ്റന്റ്, ഒരാള് ഒരു സാധനം പുതുതായിട്ട് കണ്ടുപിടിച്ചു, പേറ്റന്റ് നേടി. അപ്പൊ പേറ്റന്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ ഇവരാണ് പരിഹരിക്കുന്നത്. ട്രേഡുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, കോപ്പി അടിക്കൽ, ഇതൊക്കെ ഇവര് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ട്രൈബ്യൂണലാണ് ഇതൊക്കെ പരിഹരിക്കൽ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റ് കാര്യങ്ങൾ. ക്ലിയർ ആണ്? 85(323) A എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ക്യാറ്റ് നിലവിൽ വന്നത് എന്ന് കൂടി നമ്മൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ ഭരണപരമായ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷനിലേക്ക് പോകുമ്പോൾ അതിന് കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. ഗുണങ്ങൾ കണ്ടു, ഇതെന്താണ് ഇതിന്റെ ആവശ്യകത എന്ന് കണ്ടു, എക്സാമ്പിൾസ് കണ്ടു, ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു. ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ നാണയത്തിനും അല്ലെ ഇരുവശങ്ങളുണ്ട്, ഒരു നാണയത്തിന് ഒരു രണ്ട് വശമുണ്ട്, ഒരു കുന്നിനൊരു കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ വന്ന പല വിധികൾ അല്ലെ, ഒരാളൊരു വിധി വരുമ്പോൾ ഉടനെ അപ്പീലിന് പോകും, വീണ്ടും കോടതിയുടെ സമയമൊക്കെ നഷ്ടപ്പെടുത്താറുണ്ട്. ഒരേ തരത്തിലുള്ള തർക്കങ്ങളിൽ വിധി നിർണയം വ്യത്യസ്തമായ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോ കർക്കശമല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ തന്നെ ഏകപക്ഷീയമായി ഒന്നും നമുക്ക് കാണാൻ പറ്റാറില്ല. അപ്പൊ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി, ലാർജ് നമ്പർ ഓഫ് അഡ്ജുഡിക്കേറ്റീവ് ബോഡീസ് ആണ് ഇവിടെ ഉള്ളത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇഷ്ടം പോലെ ബോഡീസ് ഉണ്ട്. അപ്പൊ ഓരോരുത്തര് അവരവരുടെ രീതിക്കാണ് കേസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ സെയിം റിലേഷൻ കേസുകൾ പല രീതിയിലുള്ള വിധികൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഇന്ന വിധിക്ക് ഇന്ന രീതി എന്നുള്ള ഒരിത് കാണാൻ പറ്റില്ല. അപ്പൊ ചിലർക്കത് നീതിപരമായി തോന്നണം എന്നില്ല. ഇനി അൺസിസ്റ്റമാറ്റിക് സിസ്റ്റം ഓഫ് അപ്പീൽ. ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യും, ഒരു വിധി കൃത്യമായിട്ട് കിട്ടിയാൽ ഉടനെ അപ്പീലിന് പോകും. ഏകീകൃത അപ്പീൽ സംവിധാനം ഇവിടെ ഇല്ല. അപ്പൊ നികുതി കേസുകളിൽ എന്ന ഒരു സ്വതന്ത്ര ട്രൈബ്യൂണൽ മുമ്പാകെ, ഉയർന്ന ഭരണ ഏജൻസിക്ക് മുമ്പാകെ തീരുമാനങ്ങൾ അപ്പീൽ ചെയ്യാം. ചില നിയമങ്ങൾ അപ്പീല് വ്യവസ്ഥ ചെയ്യുന്നില്ല. അപ്പൊ ഒരു യൂണിഫോം അപ്പീൽ സിസ്റ്റം ഇവിടെ ഇല്ല, ഒരു കൃത്യമായ ഒരു അപ്പീൽ സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ അൺസിസ്റ്റമാറ്റിക് സിസ്റ്റം ഓഫ് അപ്പീലാണ്. ചില ആക്ട് അപ്പീലിന് പോകാൻ പറ്റുന്നില്ല. ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയുടെ മുമ്പിലാണ് നമ്മൾ അപ്പീലിന് പോകുന്നത്. ഇൻവിസിബിലിറ്റി ആൻഡ് അനോണിമിറ്റി ഓഫ് ഡിസിഷൻസ്, അതായത് ജുഡീഷ്യൽ അധികാരം പ്രയോഗിക്കുന്ന എല്ലാ ഭരണ ഏജൻസികളും അവരുടെ തീരുമാനങ്ങളൊന്നും ഇതെങ്ങും പ്രസിദ്ധീകരിക്കത്തില്ല, ഇതൊന്നും പബ്ലിഷ് ചെയ്ത് വെക്കത്തില്ല. ആർക്ക് വേണമെങ്കിലും എടുത്ത് വായിക്കാനോ, ട്രാൻസ്പെറൻസി ഇല്ല. അപ്പോ തീരുമാനങ്ങള് പൊതുജനങ്ങളുടെ വിമർശനത്തിന് വിധേയമാകാൻ പറ്റില്ല. അവര് എന്ത് ചെയ്യുന്നു, തീരുമാനങ്ങൾ പുറത്തോട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പൊ തീരുമാനങ്ങള് എന്ന് പറയുന്നത് ആർക്കും അറിയത്തില്ല എന്താണ് അവിടെ തീരുമാനിച്ചത്. അപ്പോ അത് അവരങ്ങ് സോൾവ് ചെയ്ത് വിട്ടു, പുറത്തോട്ട് അതവര് വിടുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ്
തീരുമാനങ്ങൾ പോകുന്നത്. എങ്ങനെയെങ്കിലും അതൊന്ന് സോൾവ് ചെയ്ത് വിടുക, രണ്ടുപേരെ രമ്യതയായിട്ട് കൊണ്ടുപോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പല രീതിയിൽ പല കാര്യങ്ങൾ പറഞ്ഞായിരിക്കും അവർ രമ്യതയിൽ എത്തിക്കുന്നത്. അപ്പൊ അതൊന്നും ഒരു പുറത്തോട്ട് വിടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ പുറത്തോട്ടൊക്കെ വിട്ടു കഴിഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യപ്പെടും. അവസാനം ഈ സാധനത്തിന് നിലനിൽപ്പില്ലാതായിപ്പോ. അതാണ് മറ്റൊരു വസ്തുത. അപ്പൊ നമുക്ക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി, അൺസിസ്റ്റമാറ്റിക് അപ്പീൽ സിസ്റ്റം, ഇൻവിസിബിലിറ്റി ആൻഡ് അനോണിമിറ്റി ഓഫ് ഡിസിഷൻസ്, അൺപ്രഡിക്റ്റബിലിറ്റി ആൻഡ് അനോണിമിറ്റി ഓഫ് ഡിസിഷൻസ് ഉണ്ട്. ഇപ്പോ തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല എങ്ങനെയായിരിക്കും, നമുക്ക് അനുകൂലമാണോ അനുകൂലമല്ലയോ. മറ്റേത് വിധിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം വിധി, നമുക്ക് അതിനൊരു ജസ്റ്റിസ് ഫീൽ ചെയ്യും കാര്യം കൃത്യമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് അനുകൂലമാണ് വിധി എന്ന് പറയും. ഇവിടെ ഭരണ ഏജൻസികൾ അവരുടെ രീതിക്കാണ്, അവര് എക്സ്പെർട്ടൈസ് ആണ്, അവർ എക്സ്പീരിയൻസ്ഡ് ആണ്, അവർ അറിവുള്ളവരാണ്. അവർ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെയെങ്കിലും പ്രോബ്ലം ഇല്ലാതെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം, ഇതൊരു പ്രശ്നമായി സമൂഹത്തിൽ നിലനിൽക്കരുത് എന്നുള്ള രീതിയിലാണ് വിധി പറഞ്ഞ് എങ്ങനെയെങ്കിലും സോൾവ് ആക്കിയാണ് വിടുന്നത്. അപ്പോൾ അതൊരു അൺപ്രഡിക്റ്റബിലിറ്റി ആണ്, അനോണിമിറ്റി ഓഫ് ഡിസിഷൻസുമാണ്. ഈ കോമ്പിനേഷൻ ഓഫ് ഫങ്ഷൻസ് നോക്കാം. എന്താണ് കോമ്പിനേഷൻ ഓഫ് ഫങ്ഷൻസ്? സിവിൽ സർവീസുകാരുടെ കാര്യത്തിൽ ഒഴികെ എല്ലാ അച്ചടക്ക നടപടികളും ഒരു പ്രോസിക്യൂട്ടറുകളുടെയും ജഡ്ജിയുടെയും ചുമതലകൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരേ വകുപ്പിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വകുപ്പില് ചിലപ്പോൾ ആ പ്രത്യേക വ്യക്തികളോട് എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷാഘാതം ഒക്കെ കാണാം. അപ്പൊ ബയാസ് സാധ്യതയുണ്ട്. IAS ഓഫീസേഴ്സിന്റെ അല്ലാത്ത ഒക്കെ കാര്യങ്ങളിലൊക്കെ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷപാതമായ നടപടികളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. നോ എവിഡൻസ് റൂൾ, അതായത് ഇവിടെ തെളിവില്ല അല്ലെ. തെളിവ് നിയമത്തില് ഇവിടെ വിധി ന്യായങ്ങൾക്ക് അങ്ങനെ ഭയങ്കരമായ തെളിവ് വേണം അങ്ങനൊന്നുമില്ല. ഇപ്പൊ തെളിവ് കൃത്യമായി ചിലപ്പോൾ കിട്ടണമെന്നുമില്ല. തെളിവ് അടിസ്ഥാനമല്ല ഇവിടെ നോക്കുന്നത്. ഒഫീഷ്യൽ പെർസ്പെക്റ്റീവ് ആൻഡ് ഒഫീഷ്യൽ ബയാസ്. ഇവിടെ ഭരണരീതിയിൽ ഔദ്യോഗിക രീതിയിൽ അച്ചടക്ക നടപടികൾ, നിരപരാധിത്വം, അനുമാനത്തിലൊക്കെയാണ് കുറ്റബോധം ഉൾപ്പെടുന്നത്. അപ്പോ കൃത്യമായി വകുപ്പ് തല പക്ഷപാതമൊക്കെ സാധാരണ കൂടുതലായിട്ട് ഇവിടെ നടക്കാറുണ്ട്. ആത്മാർത്ഥമായി നോക്കുമ്പോൾ ഒഫീഷ്യൽ പെർസ്പെക്റ്റീവിന്റെ ഒഫീഷ്യൽ ബയാസ്, ഒഫീഷ്യൽ വകുപ്പ് ടാക്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ വേറെ ഒരു എന്താണ് നമ്മുടെ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ വകുപ്പ് തലത്തിൽ എന്തെങ്കിലും തരത്തിൽ എന്താകാം, അതാത് അതോറിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അല്ലാതെ അറിയുന്ന ഒരാൾ തന്നെയല്ലേ, അപ്പൊ ഇവർക്ക് സ്വാധീനിച്ച് ശിക്ഷാ നടപടികളൊക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇനി പ്ലീ ബാർഗെയിനിങ് എന്താണ്? വിലപേശലാണ്. കുറഞ്ഞ കുറ്റങ്ങൾക്ക് അപ്പോ കുറ്റസമ്മതമൊക്കെ നടത്തിയാൽ മതി, ജസ്റ്റ് ഒരു മാപ്പ് പറഞ്ഞാൽ മതി. അങ്ങനെ വലിയ ഒരു കുറ്റം അതിനനുസരിച്ചുള്ള ഒരു ഇതൊന്നും ഇല്ല. പിന്നെ നമ്മളുടെ ഇതാണ് എന്താ, കുറ്റം അംഗീകരിക്കാൻ. ഇപ്പൊ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയൊക്കെ കുറ്റം അംഗീകരിപ്പിക്കാം. ഇപ്പോ മേലുദ്യോഗസ്ഥനാണ് താഴെ ഉദ്യോഗസ്ഥനോട് പറയുന്നു, നീ അങ്ങ് സമ്മതിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിന്റെ ജോലി ഇത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട്. പണിഷ്മെന്റ് വിൽ ബി അവോർഡഡ്. അപ്പോ എന്താണ്, ഇവിടെ പൂർ എംപ്ലോയീസിനെ കൂടുതൽ പണി കിട്ടാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് സുപ്പീരിയർ ഉദ്യോഗസ്ഥരിൽ നിന്ന്. ഇപ്പൊ പ്ലീ ബാർഗെയിനിങ്. പൊളിറ്റിക്കൽ ഇന്റർഫറൻസും സാധ്യതയുണ്ട്. കാര്യം ഇത് പ്രത്യേകം എങ്ങും എഴുതിയൊന്നും വെക്കുന്നില്ലല്ലോ. അപ്പോ ഭരണ രീതികൾ, രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ നടത്താൻ പറ്റും. പിന്നെ റീസണബിൾ ഡിസിഷൻസ്, റീസെന്റ്. അപ്പോ ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് സാധാരണ ഭരണപരമായ അധികാരികൾക്ക് കാരണമൊന്നും നൽകേണ്ട ആവശ്യമില്ല. ഭരണരീതിയിലുള്ള വിശ്വാസമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൃത്യമാണ്, യുക്തിപരമായിട്ടാണ് എടുത്തതെന്നുള്ള ഒരു കാരണമൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ലീഗൽ റെപ്രസെന്റേഷൻ ആൻഡ് ക്രോസ് എക്സാമിനേഷൻ. ഇവിടെ എല്ലാ കേസുകളും നിയമപരമായ പ്രാതിനിധ്യം, ക്രോസ് വിസ്താരം അനുവദിക്കുന്നത് ഭരണപരമായ അധികാരത്തിന് പൊതുവായ ഒരു നിബന്ധനയും ഇല്ല. There is no general requirement administrative authority to allow legal representation, cross examination in every case. എല്ലാ കേസിലും ക്രോസ് വിസ്താരവോ ലീഗൽ റെപ്രസെന്റേഷൻ വേണം എന്നില്ല. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതിന്റെ ഒരു പോരായ്മയായി കാണുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ പോരായ്മ എന്ന് ചോദിച്ചാൽ, നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി, അപ്പീലിന്റെ പ്രശ്നങ്ങൾ, പിന്നെ ഇൻവിസിബിലിറ്റി, ഡിസ്റ്റൻസ് ഒന്നും എവിടെയും കാണാൻ പറ്റത്തില്ല,
അൺപ്രഡിക്റ്റബിൾ, നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല ആർക്കായിരിക്കും അനുകൂലമായി വിധി പറയാൻ പോകുന്നത്. കാര്യം തെളിവ് അടിസ്ഥാനത്തിലൊന്നുമല്ല, നാച്ചുറൽ ജസ്റ്റിസ് മാത്രമാണ് നോക്കുന്നത്. കോമ്പിനേഷൻ ഓഫ് ഫങ്ഷൻസ്, എവിഡൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല. ഒഫീഷ്യൽ പെർസ്പെക്റ്റീവ്, ഒഫീഷ്യൽ ബയസ്, കള്ളത്തരം നടക്കാം, പക്ഷപാതം നടക്കാം, പ്ലീ ബാർഗൈനിങ്, താഴ്ന്ന ജോലിക്കാരെയൊക്കെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാം, പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് നടക്കാം, റീസൺ ഡിസിഷൻ, ലീഗൽ റെപ്രസെന്റേഷൻ ആൻഡ് ക്രോസ് എക്സാമിനേഷൻ. ഇതൊക്കെയാണ് മറ്റു കാര്യങ്ങൾ. ഇനി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ ഇന്നും നിലനിൽക്കുന്നു, മുന്നോട്ട് പോകുന്നു. കാര്യം എന്താ? കാര്യം മറ്റൊന്നുമില്ല, സ്പീഡായി കാര്യങ്ങൾ നടക്കുന്നു, ഒരു നീതി കിട്ടുന്നു. ഇപ്പൊ 100 കേസ് വരുന്നു, ഇതിനകത്ത് 10 കേസിന് ഉണ്ടായിരിക്കത്തുള്ള ഒരു പ്രശ്നം, 90 പേരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ പിന്നെ ഇത് മുന്നോട്ട് പോകുമല്ലോ. അതാണ് ഇവിടെ നടക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നീതി എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഇവർക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ആക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഓംബുഡ്സ്മാൻ കേസൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഓംബുഡ്സ്മാനെ പല സന്ദർഭങ്ങളിലും വെച്ചേക്കുന്നത്? നമുക്ക് ബാങ്കിലെ ഓംബുഡ്സ്മാനെ കാണാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണാം. അവിടത്തേക്ക് തർക്കങ്ങൾ പെട്ടെന്ന് പരിഹരിച്ചു മാറ്റുക. ഒരു കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇനി റീസൺസ് ഫോർ ദ ഗ്രോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ. എന്താണ് റീസൺസ്? എന്തുകൊണ്ടാണ് ഇതിന്റെ വളർച്ച വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മുടെ ഡയറക്ടർ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം വിജയിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. സാമൂഹിക താല്പര്യം വ്യക്തി അവകാശത്തേക്കാൾ മുൻതൂക്കം ഇവിടെ നൽകുന്നു. അതുപോലെ തന്നെ സ്യൂട്ടബിൾ ടു മോഡേൺ, നമ്മളുടെ ഈ ഒരു മോഡേൺ ലൈഫിൽ ഇത് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആണ്. കാര്യം ഫാസ്റ്റ് റിസൾട്ട് ആണ് എല്ലാവർക്കും വേണ്ടത്. എല്ലാവരും ഇങ്ങനെ ഇപ്പൊ കോടതിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ലാഗ് ചെയ്യും, അത് ആളുകൾക്ക് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഓർഡിനറി ലോ നോട്ട് കോംപ്ലിക്കേറ്റഡ്. അപ്പോ ജഡ്ജ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നോക്കി, പഴയ രീതിയിലാണെങ്കിൽ ചിലപ്പോൾ പണ്ടേ ഉള്ളൊരു ജഡ്ജ് ആള് പഴയ രീതിയിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പിടിക്കാറുണ്ട്. ഇത് അതാത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇപ്പൊ ടാക്സ് ആണെങ്കിൽ ടാക്സ്, എൻവയോൺമെന്റ് അതാത് ഡിപ്പാർട്ട്മെന്റുമായി റിലേറ്റ് ചെയ്ത ആളുകളാണ്. അപ്പൊ ആൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കാര്യങ്ങളുടെ ഒരു ഫൈനൽ ഡിസിഷൻ പറയാൻ പറ്റും. ഇപ്പൊ എന്താണ്, നമ്മുടെ ഒരു കോടതിയിൽ ഒരു കാര്യം വരുമ്പോ കോടതിക്ക് അത് പഠിക്കാൻ, അല്ലെ, ഈ വക്കീലിന് പഠിക്കാൻ കുറച്ച് സമയം കൊടുക്കും, എതിർഭാഗത്തിന് പഠിക്കാൻ വീണ്ടും സമയം കൊടുക്കും, അടുത്ത തെളിവ് കൊടുക്കുമ്പോഴത്തേക്ക് വീണ്ടും അവർ സമയം ചോദിക്കും, എനിക്ക് കേസ് ഒന്നും കൂടെ പഠിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ അവർ പഠിച്ച് വർഷങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ അതാത് ഡിപ്പാർട്ട്മെന്റുമായി നല്ല അറിവുള്ളവരാണ് ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ അവർക്ക് സാധിക്കും. കോടതിയിൽ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും വരികയാണ്. അപ്പൊ ആൾക്ക് എല്ലാത്തിലും പെട്ടെന്ന് അറിവുണ്ടാകണം എന്നില്ല. ഇപ്പൊ പഴയ ഒരാളാണ്, ഇപ്പൊ വരുന്നൊരു കേസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. അപ്പൊ ആൾക്ക് ഇതുമായി വലിയ കണക്ഷൻ ഉണ്ടാകണം എന്നില്ല. ആ ഒരു ജഡ്ജിന് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പദങ്ങളോ കാര്യങ്ങളോ കൂടുതൽ അപ്ഡേറ്റഡ് ആകണം എന്നില്ല. അപ്പോ ആൾക്ക് ഒത്തിരി സമയം എടുക്കും ഇതെല്ലാം കൂടെ പഠിച്ച് മനസ്സിലാക്കിയൊക്കെ വരാൻ. പക്ഷെ ഇത് അതാത് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്ന് പറയുമ്പോൾ അതാത് ഡിപ്പാർട്ട്മെന്റ് ആണ്, അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള ഇന്ത്യൻ കാര്യങ്ങൾ അറിയാം. അപ്പൊ പെട്ടെന്ന് തന്നെ അവർക്ക് അതിന്റെ ഒരു കറക്റ്റ് രീതിയിലേക്ക് പോകാൻ അവർക്ക് സാധിക്കും. അതാണ് മറ്റൊരു കാര്യം. പിന്നെ സേഫ്റ്റി ടു ബി എൻഷുർഡ്, പെട്ടെന്ന് തീരുമാനം വേണം. അപ്പൊ ധനനഷ്ടമില്ലാതെ കാലതാമസമില്ലാതെ പ്രത്യേക വിഷയങ്ങൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനി സംസ്ഥാന അധികാരത്തിന്റെ ചെലവിൽ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. അപ്പോ അതാണ് ഇതിന്റെ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം. അപ്പൊ പ്രതിരോധ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ തർക്കകക്ഷികൾ പരിഹാരത്തിനായി കോടതികളെ സമീപിക്കുന്നു. അപ്പോ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിയമലംഘനം നടത്തിയ കുറ്റവാളിയെ നമുക്ക് ശിക്ഷിക്കാനൊക്കെ ഇത് രീതിയിൽ പറ്റും. അപ്പോ ഏതെങ്കിലും ഒരു ആള് നിയമലംഘനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാനൊക്കെ പറ്റാറുണ്ട്. അത് കോടതിയെ റെഫർ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെയാണ്. അപ്പോ പ്രതിരോധ നടപടികള് എന്ന് പറയുന്ന ഒരു സംഭവം കോടതികളിലില്ല. പ്രതിരോധ നടപടി, ഡിഫൻസ് മെക്കാനിസം എവിടെയില്ല? കോടതികളിലില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഡിഫൻസ് മെക്കാനിസം എന്നുള്ളൊരു രീതി ഇവിടെയുണ്ട്. ഇനി ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ എല്ലാത്തരം തർക്കങ്ങളും പരിഹരിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ ഇവിടെ പ്രിവെന്റീവ് മെഷേഴ്സ് ഉണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പെട്ടെന്ന് ഒരാൾക്ക് ഒരു സസ്പെൻഷൻ കൊടുത്ത് അയാളെ മാറ്റി നിർത്താം, അല്ലെങ്കിൽ റിവക്കേഷൻ നടത്താം, അയാളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യിക്കാം. പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ കാണുകയാണ്, ആ ഹോട്ടല് മോശമായി പ്രവർത്തിക്കുന്നു, പെട്ടെന്ന് അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പെട്ടെന്ന് അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് അപ്പോഴേ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് വിടാം. അപ്പൊ അങ്ങനെ പ്രിവെന്റീവ് മെത്തേഡ്സ് ഇവിടെയുണ്ട്. ഒരു ഡിഫെൻസീവ് മെക്കാനിസം, നമ്മുടെ സമൂഹത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. പിന്നെ സ്ലോ, ഇൻകംപിറ്റന്റ്, കോസ്റ്റ്ലി, കോംപ്ലെക്സ് ഒക്കെയാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം. അതിൽ നിന്ന് ഇതിന് ഒരു മോചനമുണ്ട്. ഇത് കുറച്ച് ഫാസ്റ്റ് ആണ്, പൈസ നഷ്ടപ്പെടുന്നില്ല, ടൈം ലാഭിക്കാം എന്നൊക്കെയുള്ള ഗുണകരമായ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കോടതി എടുക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ കേസുകളുണ്ട്, ഓവർലോഡ് നമ്പർ ഓഫ് കേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പൊ ലേബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചില കാര്യങ്ങളൊന്നും കോടതിയിലോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല. കാരണം കോടതിക്ക് നല്ല നല്ല ഒത്തിരി കേസുകൾ കിടപ്പുണ്ട്. അപ്പൊ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് വരുന്നത് കോടതിക്കൊരു ആശ്വാസമാണ്. ഇനി ട്രിബ്യൂണൽസ് ഹാഡ് അപ്ഡേറ്റഡ് ടെക്നിക്സ് ഉണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ട്, പല കോംപ്ലക്സ് ഇഷ്യൂസും ഹാൻഡിൽ ചെയ്യാന്. അപ്പോൾ ലെജിസ്ലേറ്റീവ്സിനാണെങ്കിൽ പഴയ ഒരു സിസ്റ്റവും പഴയ ഒരു പ്രൊസീജിയേഴ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, അത്രയും അങ്ങോട്ട് സോൾവ് ചെയ്ത് വിടാൻ. അപ്പൊ നമ്മുടെ രാജ്യത്ത് പിന്തുടരുന്ന നിയമനിർമ്മാണ പ്രക്രിയ അനുചിതമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ കോടതിയിൽ പിന്തുടരുന്ന നീണ്ട നടപടികൾ അതൊക്കെ എന്താണ്, ഇത് ഒരുപാട് നമുക്ക് ആ ഒരു ചിലപ്പോ ഒരാള് കുറ്റവാളി, ശിക്ഷ, കുറ്റം ചെയ്തു, ഇപ്പൊ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോ കോടതിയിൽ പോയി, ആ കുട്ടി ക്രിട്ടിക്കലായി കിടക്കുകയാണ്, ഏത് നിമിഷവും മരിക്കും. അപ്പൊ അവിടെ ആ കുട്ടി മരിച്ച് 10 വർഷം കഴിഞ്ഞാലും പ്രതിയുടെ ശിക്ഷ വിധിച്ചു കഴിയത്തില്ല അല്ലെ. പക്ഷെ ആ കുട്ടി അപ്പോൾ തന്നെ വിധി പ്രഖ്യാപിക്കുകയാണ്, ഇവനെ കൊല്ലുന്നു, കൺമുന്നിൽ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് വിധി പ്രഖ്യാപിച്ച ചിലപ്പോ പിന്നീട് ഒരിക്കലും ഒരാൾ ചെയ്യണമെന്ന് പോലുമില്ല ഇത്തരം ശിക്ഷകൾ, ഇത്തരം കുറ്റങ്ങൾ അല്ലെ. അപ്പൊ അവര് മരിച്ചു പോയി, അവരുടെ പേരൻസ് അതെല്ലാം ഒന്ന് റിക്കവർ ആയി, ആ മരണം എല്ലാം കഴിയുമ്പോഴായിരിക്കും ഇവിടെ ഒരു വിധി വരുന്നത്. ചിലപ്പോ ഇവനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞായിരിക്കും വിധി വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മുടെ കോടതിക്കെതിരെ ഒന്നും ആരും ഒന്നും പറയാൻ പാടില്ല, പക്ഷെ നമ്മള് ഇവിടെ സെന്റൻസ് ബൈ നമുക്ക് അങ്ങനെ പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണ്. പണ്ട് എഴുതി ചേർത്ത രീതികളിലെ ആ ഒരു പ്രൊസീഡിങ്ങിലാണ് ഇപ്പോഴും പോകുന്നത്. ലെങ്തി പ്രൊസീഡിങ്സ് ആണ്. അപ്പോൾ ടെക്നിക്സ്, പുതിയ രീതിയിലുള്ള ടെക്നിക്സ് ഒന്നുമില്ല, ഒരുപാട് ഡിലേ ആണ്. നീതി പലപ്പോഴും ഭയങ്കര ഡിലേ ആയിട്ടാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമനിർമ്മാണ സഭ നിർമ്മിച്ച ചില നിയമനിർമ്മാണ വിശദമായ വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് എല്ലാ തെളിവുകളുണ്ടെങ്കിലും പെട്ടെന്നൊന്നും എന്ത് ചെയ്തില്ല, ഒരാളെ തൂക്കിക്കൊല്ലൂ അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കും, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ശിക്ഷാ നടപടികൾ നമുക്ക് കാണാൻ പറ്റാറില്ല. അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ മീൻസ് എന്താണ്? നിങ്ങൾക്ക് ഈ 4 ഓപ്ഷൻ വായിച്ചിട്ട് ഏതാണ് ആൻസർ ആയിട്ട് തോന്നുന്നത്? കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. കൃത്യമായി മനസ്സിലായില്ലേ ഇതിന്റെ ആവശ്യകത എന്താണ്, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, എല്ലാം പിടി കിട്ടിയോ? ഓക്കെയാണ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ, എന്തുകൊണ്ട് ഇന്നും ഇത് നിലനിൽക്കുന്നു, ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഇത് നിലനിൽക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ പിടി കിട്ടിയോ? ഓക്കെയാണ്. എങ്കിൽ നമ്മള് അടുത്തത് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾക്ക് ആൻസർ കമന്റ് ചെയ്യാം. നമ്മുടെ ആൻസർ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ മീൻസ് അഡ്ജുഡിക്കേഷൻ ബൈ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്വാസി ജുഡീഷ്യൽ ബോഡീസ്. ജുഡീഷ്യൽ ആണോ? അല്ല. ക്വാസി ജുഡീഷ്യൽ ആണ്. കോടതി പോലെ. കോടതിയാണോ? അല്ല. ഓക്കെ. കോർട്ട് ലോ ആണോ? അല്ല. ഡിസിഷൻ ബൈ ദ പാർലമെന്റ് ആണോ? അല്ല. ഇനി വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ എക്സാമ്പിൾ അല്ലാത്ത കാറ്റ് ഉണ്ട്, NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉണ്ട്. സുപ്രീം കോർട്ട് അഡ്ജുഡിക്കേഷൻ ആണോ? അല്ല. സുപ്രീം കോടതി നമ്മുടെ ഒരു കോടതിയാണ് അല്ലെ, ഏറ്റവും പരമോന്നത കോടതിയാണ്. അപ്പൊ അത് അല്ല. ഇൻകം ടാക്സ് അപ്പലേറ്റ് ഒക്കെ ഉണ്ട്. സ്ഥാപനങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ.
പ്രൈമറി എയിം ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ ഈസ് ടു റീപ്ലേസ് ദ ജുഡീഷ്യറി. ഇനി കോടതി അങ്ങ് കളയാം, ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാം. അതാണ് provide faster expert-based resolution of disputes, increase government revenue, eliminate the executive's role in justice. ഇവിടെ ഫാസ്റ്റ് ആയിട്ട് എക്സ്പേർട്ടിന്റെ ഒരു ഡിസിഷൻ, ഒരു തർക്കം പരിഹരിക്കാൻ കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയാം. Which article of the Indian Constitution provide for the establishment of tribunals? നമ്മൾ ഇതിനകത്ത് പഠിച്ചതല്ലേ, വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. 323A-യും 323B-യും ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. 1985 ആണ്. The Central Administrative Tribunal CAT was established under which act? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടിയാണ് എന്നുള്ളത് ഓർമ്മ വേണം. Administrative Tribunal Act 1985. ഓക്കെയാണ്. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് ഈ ആൻസേഴ്സ് ഒക്കെ കിട്ടും. അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ ഈസ് ക്രിട്ടിസൈസ്ഡ് ഫോർ, ഇത് ടു ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യോ? ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, ടു മച്ച് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ഇതിന്റെ ഒരു വയലേഷൻ, ചില സമയങ്ങളിൽ നാച്ചുറൽ ജസ്റ്റിസ് വയലേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ക്രിട്ടിസിസ് മാത്രമേ ഉള്ളൂ. ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഇൻക്ലൂഡ് എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നമ്മുടെ ആൻസർ നെമോ ജുഡെക്സ് ഇൻ കോസാ സ്വാ, നോ വൺ ഷുഡ് ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്. അപ്പോ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞില്ല. നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കേസ് ആണ് നടക്കുന്നതെങ്കിൽ ആ വ്യക്തി അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ അയാള് ആ ഒരു ട്രിബ്യൂണലിന്റെ മേലധികാരി ആണെങ്കിലും ആ വ്യക്തിയുടെ കേസ് അയാൾ സ്വയം വാദിച്ച് വിജയിപ്പിക്കാൻ, അതായത് അയാൾ വാദിക്കാൻ വെച്ചാൽ അയാൾ തന്നെ വിധി പറയാൻ പാടില്ല അല്ലെ, അതൊരിക്കലും പറ്റത്തില്ല. അയാളുടെ റിലേറ്റീവോ അയാളുമായി ബന്ധപ്പെട്ട ആളോ ആയിരിക്കരുത് അതിന്റെ വിധി പ്രസ്താവിക്കേണ്ടത്. അയാളുമായി ബന്ധപ്പെട്ട കേസിൽ ആളുടെ റിലേറ്റീവോ അല്ലെങ്കിൽ ആളോ അല്ല വിധി പ്രഖ്യാപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ വ്യക്തി മാറി നിൽക്കണം. അതൊരു നാച്ചുറൽ ജസ്റ്റിസിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ നാച്ചുറൽ ജസ്റ്റിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. Which of the following tribunals deals specify with environmental cases? ഏതായിരിക്കും? NGT. കണ്ട് ഇങ്ങനെയായിരിക്കും തരുന്നത്. ക്യാറ്റ്, ഐറ്റാറ്റ്, സാറ്റ്, NGT ഇങ്ങനെയൊക്കെ തരത്തോളൂ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കണം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആണ് NGT എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് വേണം. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ പാബ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കും? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡ് എന്ന് മനസ്സിലാക്കണം. ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ് ഐറ്റാറ്റ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആണ് NGT. എക്സൈസ് സർവീസ് ടാക്സ് അപ്പലേറ്റ് അല്ലെ ട്രിബ്യൂണൽ. ടെലികോം സെറ്റിൽമെന്റ് അപ്പലേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടാക്സിന്റെ അപ്പലേറ്റ് ഉണ്ട്, ടെലികോമിന്റെ അപ്പലേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ട്, പിന്നെ സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ് സാറ്റ്. സാറ്റ് എന്ന് വെച്ചാൽ സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ്. എന്നാൽ സ്റ്റേറ്റ് അപ്പലേറ്റ് ട്രൈബ്യൂണൽസ് സ്റ്റേറ്റ്, അതിനും സാറ്റ് എന്ന് തന്നെ വരുന്നുണ്ട്, ഒരു എസും കൂടെ വരും. അപ്പൊ അത് നമ്മൾ കൃത്യമായി ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എന്താണ് അപ്പലേറ്റ് എന്ന് ചുരുക്കി നിങ്ങളൊന്ന് പറയാമോ? എന്താണ് അപ്പലേറ്റ് എന്ന് ചുരുക്കി ഒന്ന് പറയാമോ? എന്താണ് അപ്പലേറ്റ്? എന്ത് പറയാൻ പറ്റും അപ്പലേറ്റ് എന്ന് പറഞ്ഞാൽ? ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അല്ല, അപ്പലേറ്റ് വേണ്ട, അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷനെ കുറിച്ച് നമുക്ക് ചുരുക്കി പറയാം. ഒന്നാമത്തെ പോയിന്റ്, ഇതൊരു ക്വാസി ജുഡീഷ്യൽ ആണ് എന്ന് ഓർക്കുക. രണ്ടാമത്തെ പോയിന്റ്, നാച്ചുറൽ ജസ്റ്റിസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ഓർക്കുക. മൂന്നാമത്തെ പോയിന്റ്, കോമൺ ഗുഡ്, അതായത് പൊതു നന്മ ഇവിടെ നോക്കുന്നു. ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കലാണ്. ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കലാണ്. ഇതൊരു കോടതിയാണോ? കോടതിയല്ല. പക്ഷെ റെക്കമെൻഡേഷൻ, ഹിയറിംഗ്സ്, തെളിവുകള് അല്ലെ, ബാക്കി എല്ലാ കാര്യങ്ങളും കോടതി പോലെ ചെയ്യാം, വിധിയും പ്രഖ്യാപിക്കാം. പക്ഷേ എന്താണ് നടപടിക്രമങ്ങൾ, ശിക്ഷാ നടപടികളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോടതിക്ക് റെഫർ ചെയ്യാനേ പറ്റും.
ഇവരുടെ കാര്യങ്ങളൊന്നും എഴുതിയൊന്നും വെക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെയൊക്കെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കോടതി പോയി അപ്പീൽ വാങ്ങി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നിയമം സംരക്ഷിക്കാൻ പറ്റും. ഇനി ഒരു വ്യക്തിക്കെതിരെ ആണ് കേസ് വരുന്നതെങ്കിൽ ആ വ്യക്തി ആവരുത് വിധി പറയേണ്ടത്, അല്ലെ? ആ വ്യക്തിയുടെ ബന്ധുക്കളും ആവരുത് വിധി പറയേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എക്സ്പേർട്സിന്റെ ഏജൻസീസ് അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ അതോറിറ്റീസ് ആണ് ഇവിടെ വിധി പ്രഖ്യാപിക്കുന്നത്. അതാത് ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരായതുകൊണ്ട് തന്നെ കറക്റ്റ് കാര്യങ്ങളിൽ അവർക്ക് നാച്ചുറൽ ജസ്റ്റിസ് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഓഫീസുകൾ കാറ്റ്, ഐറ്റാറ്റ്, NGT, സാറ്റ് തുടങ്ങിയ ഓഫീസുകൾ ഓർക്കുക. പിന്നെ ഇത് നിലവിൽ വന്ന ആക്ട് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് വന്ന ആർട്ടിക്കിൾ 323 323 ആണെന്ന് ഓർക്കുക. പ്രൊവൈഡ് ഫാസ്റ്റ് എക്സ്പേർട്ട് ബേസ്ഡ് ഡിസ്പ്യൂട്ട് ആണ്. പിന്നെ നമ്മൾ ഓർക്കുന്നത് ക്വാസി ജുഡീഷ്യൽ ബോഡി ആണ് എന്നും ഓർത്തു. ഇതിന്റെ ഗുണങ്ങൾ കണ്ടു, ഡിസഡ്വാൻറ്റേജസ് കണ്ടില്ലേ? എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്നും കണ്ടു. ഗവൺമെന്റ് ഏജൻസീസ് ആണ് ഇത് ചെയ്യുന്നത്, ക്വാസി ജുഡീഷ്യൽ ആണ്. ഇതിന്റെ എക്സാമ്പിൾസ് കണ്ടു, അപ്പീലിന് പോകാം എന്ന് കണ്ടു. പിന്നെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്നും ഇതിനെ ചോദിക്കാം. അതുപോലെ ഇതിന്റെ ആവശ്യകത, നീഡ് എന്താണ് എന്ന് കണ്ടു. കോടതികൾക്ക് ഇങ്ങനെ ഒത്തിരി കേസുകൾ വരുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. കോടതികളുടെ ജോലിഭാരം കുറയ്ക്കാൻ കൂടി ഇത് സഹായിക്കുന്നുണ്ട്. ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. പ്രോബ്ലംസ് കണ്ടു അഡ്ജുഡിക്കേഷനുമായി ബന്ധപ്പെട്ട്. പൊളിറ്റിക്കൽ ഇന്റർഫറൻസ്, റീസെന്റ് ഡിസിഷൻസ്, പ്ലീ ബാർഗൈനിങ്, ലീഗൽ റെപ്രസെന്റേഷൻ, ക്രോസ് എക്സാമിനേഷൻ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഇതിനൊരു ഗ്രോത്ത് ഉണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ